Hi traders, welcome back to Market Waves. Nifty, Bank Nifty, Sensex എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. നിഫ്റ്റി തന്നെ പതിവ് പോലെ ആദ്യം പരിശോധിക്കാം. വ്യാഴാഴ്ചത്തെ ക്ലോസിംഗിനെ അപേക്ഷിച്ച് ഒരു 22 പോയിന്റിന്റെ പ്ലസിലാണ് നിഫ്റ്റി ഓപ്പൺ ആയത്. എന്നാൽ ആദ്യ മിനിറ്റിൽ തന്നെ നിഫ്റ്റി അവിടുന്ന് 22,000 മുകളിൽ കടന്നു കയറി ഒരു ഏതാണ്ട് ഒരു 50 പോയിന്റിന്റെ പ്ലസ് അപ്വേർഡ് സൈഡ് തലേ ദിവസത്തെ ക്ലോസിംഗിനെ അപേക്ഷിച്ച് തന്നപ്പോൾ അന്ന് 22,000 എത്തുമ്പോൾ ഒരുപക്ഷെ ബൈ ചെയ്തവരും വീണ്ടും അത് ആവറേജ് ചെയ്തവരും ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം കോള് ഹോൾഡ് ചെയ്തിരുന്നവർ. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. എന്നാൽ കൃത്യമായും ഒരു റീടെസ്റ്റ് ഏരിയയിലോട്ട് വന്ന് തലേ ദിവസത്തെ ലോ നിലനിർത്തിക്കൊണ്ട് പ്രൈസ് വീണ്ടും അപ്വേർഡ് മൂവ് ചെയ്യുകയാണ് ചെയ്തത്. കൃത്യമായും പ്രൈസ് ആക്ഷൻ മനസ്സിലാക്കാൻ പറ്റിയവർക്ക്, ചെറിയ ടൈം ഫ്രെയിമിലുള്ള കാൻഡിൽ പാറ്റേണുകൾ നൽകുന്ന പ്രൈസ് ആക്ഷൻ മനസ്സിലാക്കാൻ പറ്റിയവർക്ക് ഇവിടം ഒരു എൻട്രി പ്ലേസ് ആയിരുന്നു. അതിനുശേഷം അപ്വേർഡ് പോയി വീണ്ടും കിട്ടിയ ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള കാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞവർക്ക് കൃത്യമായും ഒരു നല്ല എൻട്രി ആയിരുന്നു. അത് സാമാന്യം നല്ല ഒരു ടാർഗറ്റ് തന്നെ തന്നിരുന്നു. 100 പോയിന്റിലധികം മൂവ്മെന്റ് ഒറ്റ ഡയറക്ഷനിൽ കിട്ടി. അത് 1 അവറിനുള്ളിൽ കംപ്ലീറ്റ് ആവുകയും ചെയ്തു. എന്നാൽ നമുക്ക് വീണ്ടും പരിശോധിക്കുമ്പോൾ ഈ ഏരിയയിൽ നിന്നും കൃത്യമായി നമ്മൾ രേഖപ്പെടുത്തിയ ലെവലുകൾ തന്നെയായിരുന്നു. ആ ഏരിയയിൽ വന്നതിന് ശേഷം പ്രൈസ് ഡിക്ലൈൻ മൂഡ് കാണിക്കുന്നത് കാണാൻ കഴിഞ്ഞു. ഇവിടെയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള കാൻഡിൽ പാറ്റേണുകൾ റിവേഴ്സ് മൂഡ് കാണിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞവർക്ക് കൃത്യമായും സെല്ല് ചെയ്ത് ഒരു ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി ഹോൾഡ് ചെയ്യാൻ കഴിഞ്ഞു. എന്നാൽ വീണ്ടും അതേ സപ്പോർട്ട് സോണിൽ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന സപ്പോർട്ട് സോണിലെത്തി ചെറിയ ടൈം ഫ്രെയിം അപ്വേർഡ് ഡയറക്ഷൻ തന്നു. അത് ഹോൾഡ് ചെയ്ത് പുതിയ ഉയരം ലഭിക്കുമെന്ന് കരുതിയവർക്ക് തീർച്ചയായും സ്റ്റോപ്പ് ലോസ് കിട്ടും. അത് കൃത്യമായും ഇത് എങ്ങനെയാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കാത്തതിന്റെ ഭാഗമാണ് എന്നാണ് എനിക്ക് പറയാൻ കഴിയുക. പ്രൈസ് ആദ്യ അവറിൽ അപ്വേർഡ് തന്നു, രണ്ടാമത്തെ അവർ വീണ്ടും ഡൗൺ സൈഡ് തന്നു. എന്നാൽ മൂന്നാമത്തെ അവർ ഇതിനെ കടന്നു കയറി പോവേണ്ടതാണ്. അത് പോവാതെ ഇവിടെ റെസിസ്റ്റൻസ് കാണിക്കുമ്പോൾ ഈ ലോ തന്നതിന് ശേഷം ഈ കിട്ടിയ അപ്പ് മൂവിൽ നമ്മൾ റിവേഴ്സ് സെല്ലിംഗ് എന്നൊന്ന് ചിന്തിക്കാൻ കഴിയുകയാണെങ്കിൽ ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ പോകുന്നു. അപ്പോൾ എവിടെ എത്തി? തലേ ദിവസത്തെ സപ്പോർട്ട് സോണായി രേഖപ്പെടുത്തിയിരുന്ന ഏരിയയിൽ കൃത്യമായും എത്തി എന്ന് വേണം പറയാൻ. നേരിയ വ്യത്യാസം, ചെറിയ പോയിന്റിന്. അതിനുശേഷം അപ്പോഴ് പ്രൈസ് മൂവ് ചെയ്യുകയാണ്. അപ്പോൾ ഈ പാറ്റേൺ വെച്ച് പ്രതീക്ഷിക്കുമ്പോൾ സ്വാഭാവികമായും മൺഡേ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് എബോവ് ദിസ് പോയിന്റ് കിട്ടേണ്ടതാണ്. പക്ഷേ നമുക്കറിയാം പ്രൈസിനെ കൺട്രോൾ ചെയ്യുന്നത് അഥവാ മൂവ് ചെയ്യാൻ ഇടയാക്കുന്നത് വാർത്തകളും കൂടിയാണ്. അപ്പോൾ ഈ 2 ദിവസം ശനി ഞായർ ദിവസങ്ങളിലെ വാർത്ത, തിങ്കളാഴ്ചയിലേക്ക് പുലർച്ചെയുള്ള വാർത്ത, ഇതെല്ലാം സ്വാധീനിച്ചിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആവുക. അപ്പോൾ കൃത്യമായും എവിടെ ഓപ്പൺ ആകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നെഗറ്റീവ് വാർത്തകൾ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഇതുവരെ രേഖപ്പെടുത്തിയ ലോയിൽ താഴെയും ഓപ്പൺ ആയേക്കാം. ഇതെല്ലാം നമ്മുടെ ഒരു പ്രതീക്ഷ മാത്രമാണ്. ഒരു ഇൻട്രാഡേ ട്രേഡറെ സംബന്ധിച്ച് അന്ന് ലഭിക്കുന്ന മൂവ്മെന്റുകളെ ക്യാച്ച് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം. അപ്പോൾ അത് ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചാൽ കൃത്യമായ എൻട്രികൾ ലഭിക്കുന്നതാണ്. എന്നാൽ സ്വിംഗ് ട്രേഡർ കാര്യങ്ങൾക്ക് അവർക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ കുറച്ച് വലിയ ടൈം ഫ്രെയിമിൽ കാര്യങ്ങൾ അനലൈസ് ചെയ്ത് ഇവിടമെല്ലാം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ, പാർട്ടായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏരിയ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ വെള്ളിയാഴ്ച നൽകിയ ലാസ്റ്റ് ഡേയിൽ നൽകിയ മൂവ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തി തിങ്കളാഴ്ച നമ്മളുടെ ട്രേഡിംഗ് പ്ലാൻ ലെവലുകൾ എന്തൊക്കെയായിരിക്കും എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എൻ്റെ ശബ്ദത്തിന് നേരിയ പ്രശ്നമുണ്ട്. ജലദോഷം പിടിച്ച് ആകെ തൊണ്ടവേദനയും സൗണ്ടിലെ അത്ര ക്ലാരിറ്റി ഒന്നുമില്ല. നിങ്ങൾ സഹകരിക്കുമെന്ന് കരുതുന്നു. 22,094 എന്ന ലെവലാണ് ആദ്യമായി കിട്ടിയേക്കാവുന്ന റെസിസ്റ്റൻസ് എന്ന നിലവാരത്തിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 21,986 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കേണ്ടുന്ന സപ്പോർട്ടായും ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിനിടയിൽ ചെറിയ ലെവലുകൾ ഉണ്ട്. അവ മുൻപേ കിടന്നതാണ്, ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള കാൻഡിൽ പാറ്റേണുകൾ നൽകുന്ന ഡയറക്ഷനിലേക്ക്, അത് അപ്വേർഡ് ഡയറക്ഷൻ ആണ് എങ്കിൽ, അങ്ങനെയാണ് നമ്മൾക്ക് ഒരു ഇൻഡിക്കേഷൻ പ്രൈസ് ആക്ഷൻ പ്രകാരം ലഭിക്കുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ലോ ഓർ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത്
അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അപ്പോഴും പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഹൈ തന്നെയാണ്. എന്നാൽ അതിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ, അതായത് ഈ ലെവലിന് മുകളിൽ 22,133 എന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ അപ്വേർഡ് ഡയറക്ഷനിൽ നമുക്ക് പ്രൈസ് മൂവ് ചെയ്തേക്കും എന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെയെങ്കിൽ 22,174, 22,228, 22,316 എന്നീ ലെവലുകൾ ലഭിച്ചേക്കാമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ കാണിക്കുകയാണ് എങ്കിൽ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ ഓർ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നുള്ളതാണ്. ഒരുപക്ഷെ ഓപ്പൺ ആകുന്നത് ഈ ലെവലിലാണെങ്കിലും ഇവിടെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ നൽകുന്ന ഡയറക്ഷൻ ഏതാണോ അത് ചൂസ് ചെയ്ത് ആ ഡയറക്ഷനിലേക്ക് ആയിരിക്കും ഞാൻ ട്രേഡ് ചെയ്യുക. ഇത് ഞാൻ എനിക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി തന്നെ തയ്യാറാക്കുന്ന ഒരു പ്ലാനാണ്. പക്ഷേ പ്രൈസ് ഈ ലൈനുകളോട് ഈ ലെവലുകളോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് നോക്കി മാത്രമാണ് ഞാൻ ട്രേഡ് ഏത് ഡയറക്ഷനിലേക്ക് ചെയ്യണമെന്ന് തീരുമാനിക്കുക. അപ്പോൾ ഇതിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നൽകി ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന അതേ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ ഈ 21,931 എന്ന ലെവൽ ബ്രേക്ക് ചെയ്താൽ തുടർന്ന് ഡൗൺ സൈഡിലോട്ടുള്ള ടാർഗറ്റുകളാണ് ഞാൻ പ്രതീക്ഷിക്കുക. എങ്കിലും 21,903 ഒക്കെ അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ അതിന് താഴെ വരികയാണെങ്കിൽ 20,882, 20,854, 20,807, 20,752 എന്നീ ലെവലുകളും ലഭിച്ചേക്കാം എന്നാണ് എൻ്റെ പ്രതീക്ഷ. വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു സ്ട്രോങ് സപ്പോർട്ട് എന്ന് പറയുന്നത് എൻ്റെ കാഴ്ചപ്പാടിൽ 21,710 ലെവലാണ്. അത്രയൊന്നും തിങ്കളാഴ്ച വന്നോളണമെന്നില്ല, പക്ഷേ ലഭിക്കാവുന്ന സപ്പോർട്ട് സോണുകൾ എന്ന നിലവാരത്തിലാണ് ഇവ രേഖപ്പെടുത്തിയിട്ടുള്ളവ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഞാൻ അധികവും നിഫ്റ്റിയിലാണ് ട്രേഡ് ചെയ്യാറ്. പലരും എന്നെ ഇപ്പോൾ എൻ്റെ വാട്സപ്പ് നമ്പർ ലഭ്യമായതുകൊണ്ട് കോണ്ടാക്ട് ചെയ്യാറുണ്ട്. നല്ല റിസൾട്ടുകൾ ചാനൽ കണ്ട് ട്രേഡ് ചെയ്യാൻ സാധ്യമാകുന്നുണ്ടെന്ന്, പുതിയ ആൾക്കാർ വരുന്നവർക്ക് സാധ്യമാകുന്നുണ്ടെന്ന് ഉള്ള റിപ്പോർട്ടുണ്ട്. എന്നാൽ വളരെ നെഗറ്റീവായ റിപ്പോർട്ടുകളും കിട്ടാറുണ്ട്, അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട്. എങ്കിലും ആദ്യമായിട്ടാണ് ഈ മേഖലയിലോട്ട് കടന്നു വരുന്നതെങ്കിൽ അവർ മോക്ക് ട്രേഡിംഗ് തന്നെ ചെയ്ത് ശീലിക്കണം എന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത്. കാരണം ഓപ്ഷൻ ട്രേഡിങ് ഹൈലി റിസ്കിയാണ്. നിഫ്റ്റി മൂവ് ചെയ്യുന്ന ഒരു ഡയറക്ഷൻ നമ്മൾ കണ്ടെത്തിയാൽ തന്നെയും ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ മൂവ് ചെയ്ത് നമ്മളുടെ ടാർഗറ്റുകളിലോട്ട് എത്തിയിട്ടില്ലെങ്കിൽ ടൈം ഡീക്കെ പ്രീമിയം മെൽറ്റിങ്ങിന് കാരണമാകുന്നത് കൊണ്ട് ടാർഗറ്റ് ലഭിക്കുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓപ്ഷൻ ചൂസ് ചെയ്യുമ്പോൾ തീർച്ചയായും ATM ചൂസ് ചെയ്യാൻ ട്രേഡ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. പുതുതായി കടന്നു വന്നവർ, എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാർക്കൊന്നും ഞാൻ ഈ പറയുന്ന അഭിപ്രായങ്ങൾ ബാധകമല്ല. കാരണം അവർക്ക് അവരുടേതായ എക്സ്പീരിയൻസ് ഉണ്ട്, അഭിപ്രായങ്ങളും ഉണ്ടാകാം. എന്നാൽ എൻ്റെ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് ഞാൻ പുതുതായി കടന്നു വരുന്നവരോട് ഒരു അഭിപ്രായം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. തീരുമാനങ്ങളിലെല്ലാം അവരുടേതാണ്. നിങ്ങളുടെ റിസ്ക് ആണ്. ഇത് എൻ്റെ ട്രേഡിംഗ് പ്ലാനാണ്. ഞാൻ ജസ്റ്റ് ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും മനസ്സിലാക്കുമെന്ന് കരുതുന്നു. ഓക്കെ, അടുത്തതായി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് എൻ്റെ ട്രേഡിംഗ് പ്ലാൻ എന്ന് നോക്കാം. 47,595 എന്ന ലെവലാണ് ആദ്യമായി ലഭിച്ചേക്കാവുന്ന റെസിസ്റ്റന്റ് സോണാണ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 47,363 സപ്പോർട്ട് സോണായിട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകൾ, ഈ ഇൻഡെക്സുകൾക്ക് വളരെ റേഞ്ചിലോട്ട് ഒരൊറ്റ ഡയറക്ഷനിൽ വളരെ അധികം മൂവ് തരുന്ന അതായതുകൊണ്ട് ഞാൻ സാധാരണയായി ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണിന്റെ പ്രൈസ് ആക്ഷനാണ് ശ്രദ്ധിക്കുക. അപ്പോൾ അത് നൽകുന്ന ഒരു ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാനാണ് ആഗ്രഹിക്കുക. അങ്ങനെയെങ്കിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ലോ അതല്ലെങ്കിൽ ഈ ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് 47,363 സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ 47,595 എന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ചെറിയ ടൈം ഫ്രെയിമിൽ, അപ്പോൾ ചെറിയ ടൈം ഫ്രെയിം ഉപയോഗിക്കും. 1 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകിയാൽ, അത് ഒരു കൺവിക്ഷൻ ആയാൽ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട്
അപ്വേർഡ് ഡയറക്ഷനിൽ തന്നെ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ്. എന്നാൽ അതിന് മുകളിൽ ഒരു ക്യാൻഡിൽ 15 മിനിറ്റ് ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് അപ്വേർഡ് ഡയറക്ഷനിൽ പ്രൈസ് മൂവ് ചെയ്തേക്കാം എന്ന് കരുതുകയും മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു ഈ ലെവലുകൾ ടാർഗറ്റുകളായി പ്രതീക്ഷിക്കുന്നതാണ്. അപ്പോൾ 47,737, 47,868, 47,974, 48,000 എന്നിങ്ങനെയാണ്. എന്നാൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ ഓർ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ലഭിക്കേണ്ടത് 47,363 എന്ന ലെവലിന് താഴെ ഒരു ക്ലോസിംഗ് ആണ്. അത് 47,313 താഴോട്ട് എത്തുകയാണെങ്കിൽ തീർച്ചയായും പ്രൈസ് ഡൗൺവേർഡ് ഡയറക്ഷനിൽ തന്നെ ട്രേഡ് ചെയ്തേക്കാമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷെ ഞാൻ എപ്പോഴും കണക്കാക്കുക ഒരു ക്ലോസിംഗ് ബേസിലാണ്. 15 മിനിറ്റ് ക്യാൻഡലിന്റെ ഒരു ക്ലോസിംഗ് ബേസ് നൽകുന്നതിനനുസരിച്ചാണ്. അത് ഏത് ക്യാൻഡിലായിരുന്നാലും അങ്ങനെ തന്നെയാണ് ഞാൻ കണക്കാക്കാറ്. അങ്ങനെയെങ്കിൽ അങ്ങനെ ലഭിച്ചാൽ ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന അപ്പ് മൂവിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ കാണിക്കുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ആയി സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. ലഭിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിന് താഴെ വീണ്ടും ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുകയാണെങ്കിൽ ട്രെൻഡ് ഡൗൺവേർഡ് ആണ് എന്ന് ചിന്തിക്കുകയും തുടർന്ന് ഇവിടെ രേഖപ്പെടുത്തി കാണുന്ന ടാർഗറ്റുകൾ പ്രതീക്ഷിക്കുകയും ചെയ്യാം. 47,200, 47,050, 46,944 എന്നിങ്ങനെയാണ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളവ. എന്നാൽ ഇതെല്ലാം വളരെ സ്ട്രോങ് ആയ സപ്പോർട്ട് സോണുകൾ കൂടിയാണ്. അതുകൊണ്ട് പ്രൈസ് ഏത് സമയം വേണേലും ഇവിടുന്ന് വളരെ പെട്ടെന്ന് റിവേഴ്സ് ആവാനുള്ള സാധ്യതയുണ്ട്. വളരെ കെയർഫുൾ ആയി ട്രേഡ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അടുത്തതായി സെൻസെക്സിൽ എന്താണ് നമ്മുടെ ട്രേഡിംഗ് ലെവലുകൾ എന്ന് പരിശോധിക്കാം. 72,739 എന്ന ലെവലാണ് ആദ്യത്തെ റെസിസ്റ്റന്റ് സോണായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 72,425 ആദ്യത്തെ സപ്പോർട്ട് സോണായും. പതിവായി പറയുന്നത് പോലെ തന്നെ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ലഭിച്ച ശേഷം 15 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകിയാൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ ഓർ അല്ലെങ്കിൽ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് 72,739 എന്ന ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക അല്ലെങ്കിൽ ഒരു മണിക്കൂർ ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡെക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് തോന്നിയാൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും അപ്വേർഡ് തന്നെ പ്രൈസ് സഞ്ചരിക്കാം എന്ന് ചിന്തിക്കുകയും ടാർഗറ്റുകളായി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ള 72,793, 72,889, 72,950, 73,000 എന്നീ ലെവലുകൾ പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം 15 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ ആദ്യമായി ലഭിക്കുന്ന ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം സെല്ലിംഗ് ഡയറക്ഷൻ ആണ് നൽകുന്നതെങ്കിൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ഓർ അത് ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. ലഭിക്കേണ്ടുന്ന ആദ്യത്തെ ഡയറക്ഷൻ ലഭിക്കാൻ വേണ്ടി ആദ്യമേ ലഭിക്കേണ്ടുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് 72,425 ആണ്. അതിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ 1 അവർ ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് ഡിക്ലൈൻസ് ആണ് എന്ന് മനസ്സിലാക്കാൻ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന അപ്പ് മൂവിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷനിൽ തന്നെ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവൽ 72,332 എന്ന ലെവലിന് താഴെ ഒരു ക്ലോസിംഗ് ആണ്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ വീണ്ടും ഡിക്ലൈൻ വരാവുന്നതും തുടർന്ന് 72,227, 72,000, 71,864, 71,670 എന്നീ ലെവലുകൾ ലഭിക്കാവുന്നതാണെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഈ ലെവലെല്ലാം വളരെ സ്ട്രോങ് ആയ സപ്പോർട്ട് സോണാണ്. 72,200 ഒക്കെ നല്ല സപ്പോർട്ട് സോണുകൾ തന്നെയാണ്. പ്രൈസ് വളരെ വേഗത്തിൽ റിവേഴ്സായി അപ്വേർഡ് തന്നെ സഞ്ചരിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളാണ്. അതുകൊണ്ട് ട്രേഡ് ചെയ്യുന്നവർ ലാഭം ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ച് ഹോൾഡ് ചെയ്യേണ്ടതാണ്. റിവേഴ്സ് ആകുന്ന കണ്ടാൽ തന്നെ വളരെ പെട്ടെന്ന് എക്സിറ്റ് ആവുകയും വേണ്ടതാണ്. ഹോൾഡ് ചെയ്താൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് അപ്വേർഡ് പോവുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ക്യാഷ് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ഇടങ്ങളാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവ്വം ട്രേഡ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായി സന്ദർശിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഒപ്പം തന്നെ നിങ്ങളുടെ സഹ ട്രേഡേഴ്സിന് പരിചയക്കാരായ സുഹൃത്തുക്കൾക്ക് നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായി സന്ദർശിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.
വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന ട്രേഡുകൾ, ഞാൻ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ അവയുടെ ലെവലുകൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. എൻ്റെ വാട്സപ്പ് നമ്പറും നമ്മുടെ വാട്സപ്പ് ചാനലിൽ ചേർത്തിട്ടുണ്ട്. നിർബന്ധമായും എൻ്റെ ഒരു അഭിപ്രായം ലഭിക്കണം, അഥവാ അങ്ങനെ ഒരു കോണ്ടാക്ട് ചെയ്യണമെന്ന് തോന്നുന്നവർക്ക് വാട്സപ്പ് വോയിസ് മെസ്സേജിലൂടെ എന്നെ കോണ്ടാക്ട് ചെയ്യാനുള്ള സാഹചര്യം ഞാൻ ഒരുക്കിയിട്ടുണ്ട്. അത് ആവശ്യമുള്ളവർ, അത്യാവശ്യമുള്ളവർ മാത്രം ഉപയോഗിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ തിങ്കളാഴ്ച എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.